CA2 ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തൊഴിലാളികളുടെ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനം പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിൻ്റെ കൂടി ഭാഗമാണ്. വലിയ തോതിൽ ആണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സമീപ ദിവസങ്ങളിലായി വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വില വർധനമെന്നാണ് പറയുന്നത്. പക്ഷേ 5 സംസ്ഥാനത്താണ് തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ വില വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് വിട്ടുകൊടുക്കേണ്ട പരിണതഫലം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നാം അനുഭവിക്കുകയാണ്. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് BJP 2014 അധികാരത്തിൽ വന്നത്. അന്ന് ആഗോള വിപണിയിൽ ഏതാണ്ട് ഒരു 100 താഴെയായിരുന്നു ഒരു ബാരൽ എണ്ണയുടെ വില. ഇപ്പോൾ $104 ആയപ്പോഴേക്കും കേരളത്തിൽ 110 രൂപയും 115 രൂപയിലോട്ട് അടുക്കുകയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. പാചകവാതകത്തിൻ്റെ വിലയാണെങ്കിൽ ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഏതാണ്ട് 3000 രൂപ ഇപ്പോൾ ആയി കഴിഞ്ഞു. 1544 രൂപയാണ് ജനുവരി മാസം ഉണ്ടായിരുന്നത്. അതാണ് ഭീമമായ രൂപത്തിലുള്ള ഇരട്ടിയിലപ്പുറം വില വർധന ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില, നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാം ഇതിൻ്റെ ഭാഗമായി വർദ്ധിക്കുകയാണ്. ദുസ്സഹമായിട്ടുള്ള ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം എന്നാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് നികുതി കുറച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പാലിക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. വിലക്കയറ്റത്തിന് വലിയ തോതിൽ ഉയർന്നു വരുന്ന വിലക്കയറ്റത്തിന് വരായിട്ടുണ്ട്. വലിയ പ്രക്ഷോഭം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ കഴിയണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് CA2 മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് വിജയിപ്പിക്കാനും എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കാനും എല്ലാ തൊഴിലാളികളും അതിനകത്ത് പങ്കെടുക്കണം. മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയും ഇത് ജനങ്ങളെ അറിയിക്കാനുള്ള ചുമതലയും ഏറ്റെടുക്കാൻ സന്നദ്ധമാകണം എന്ന അഭ്യർത്ഥന കൂട്ടി വേണ്ടിയിട്ടാണ് ഇന്നലെ രാവിലെ വിളിച്ചത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240